പുതിയ UDF മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി VD സതീശൻ തന്നെ ധനവകുപ്പ് കൈകാര്യം ചെയ്യുമെന്ന് സൂചന. രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം ലഭിക്കുമ്പോൾ കെ മുരളീധരൻ, ചാണ്ടി ഉമ്മൻ, ബിന്ദു കൃഷ്ണ എന്നിവരുൾപ്പെടെ 8 കോൺഗ്രസ് നേതാക്കളുടെ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു. മുഖ്യമന്ത്രിയടക്കം 21 അംഗ മന്ത്രിസഭയാണ് സത്യപ്രതിജ്ഞ ചെയ്യുക. VD സതീശൻ മന്ത്രിസഭയിലെ കോൺഗ്രസ് മന്ത്രിമാരുടെ കാര്യത്തിൽ ധാരണയായി. സണ്ണി ജോസഫ്, കെ മുരളീധരൻ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, M ലിജു, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ചാണ്ടി ഉമ്മൻ എന്നിവർ മന്ത്രിമാരാകും. മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെ ആഭ്യന്തര വകുപ്പ് നൽകാൻ ധാരണയായിട്ടുണ്ട്. UDF മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി VD സതീശൻ തന്നെ ധനവകുപ്പും കൈകാര്യം ചെയ്യുമെന്ന് വിവരം. ആഭ്യന്തരമന്ത്രി മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് നൽകാൻ ധാരണയായതോടെ ഏറ്റവും സുപ്രധാനമായ ധനവകുപ്പിന്റെ ചുമതല മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നിർവഹിച്ചേക്കുമെന്നാണ് വിവരങ്ങൾ. അതേസമയം സതീശൻ മന്ത്രിസഭയിൽ മന്ത്രിസ്ഥാനം ഉറപ്പിച്ച 8 കോൺഗ്രസ് നേതാക്കളുടെ പട്ടിക പുറത്തുവന്നു. സണ്ണി ജോസഫ്, കെ മുരളീധരൻ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, M ലിജു, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ചാണ്ടി ഉമ്മൻ എന്നിവർ മന്ത്രിമാരാകും. ഇനിയും കുറച്ചു പേരുകൾ കൂടി വരാനുണ്ട്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന് പ്രധാനപ്പെട്ട വകുപ്പ് തന്നെ നൽകിയേക്കുമെന്ന വിവരമാണ് പുറത്തുവരുന്നത്. വട്ടിയൂർക്കാവിൽ മികച്ച വിജയമാണ് കെ മുരളീധരൻ നേടിയത്. പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഒന്നാകും കെ മുരളീധരൻ ലഭിക്കുക. ബിന്ദു കൃഷ്ണ വനിതാ പ്രതിനിധിയായി മന്ത്രിസഭയിലെത്തും. വളരെ സീനിയർ നേതാവായ തിരുവഞ്ചൂരിന് മന്ത്രി അല്ലെങ്കിൽ സ്പീക്കർ സ്ഥാനമായിരിക്കും ലഭിക്കുക. എന്നാൽ സ്പീക്കർ സ്ഥാനത്തേക്ക് ഇല്ലെന്ന് അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പുതുപ്പള്ളിയിൽ വേറിട്ട പ്രചാരണ പരിപാടികളോടെ വമ്പൻ വിജയമാണ് ചാണ്ടി ഉമ്മൻ നേടിയത്. മന്ത്രിസ്ഥാനം ഉറപ്പിച്ച നേതാക്കളുടെ ലിസ്റ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയടക്കം 21 അംഗ ക്യാബിനറ്റാണ് തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽക്കേണ്ടത്. കോൺഗ്രസിൽ നിന്ന് മുഖ്യമന്ത്രിയടക്കം 11 പേർ മന്ത്രിസഭയിൽ എത്തുമെന്നുറപ്പായി. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം.